നമ്മളുടെ ധർമ്മ ധർമ്മം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ഏതൊക്കെ രീതികൾ നമുക്ക് അതില് സൈനായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ? അതിന്റെ സിമ്പിൾ എന്തൊക്കെയാണ്? ഒന്ന് നമ്മുടെ മുന്നില് അടയാളങ്ങളെ നമുക്ക് അതായത് നമുക്ക് ധർമ്മങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരിക ഈവന്റുകളായിട്ട്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന സന്ദർഭങ്ങളായിട്ടാണ് നമുക്കുള്ള ധർമ്മനിർവഹണത്തിനുള്ള സാധ്യതകൾ, അവസരങ്ങൾ വരുന്നത്. നമ്മുടെ മുന്നിൽ ഇപ്പോ ഒരാള് പെട്ടെന്ന് വന്നു നിന്നു, അയാള് നമ്മുടെ നേരെ കൈ നീട്ടി, നമ്മുടെ അടുത്ത നിമിഷത്തേക്കുള്ള നമ്മുടെ ധർമ്മം ചെയ്യാനുള്ള സൂചനയാണ് തരുന്നത്. കൈ നീട്ടിയാൽ നിങ്ങളുടെ ധർമ്മം എന്ന് പറയുന്നത് കൈ കൊടുക്കുക എന്നുള്ളതാണ്. അയാള് ധർമ്മം ചോദിക്കാൻ, ഭിക്ഷ ചോദിക്കാൻ കൈ നീട്ടിന്നിരിക്കട്ടെ, നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഭിക്ഷ കൊടുക്കുക എന്നുള്ളത്. നമ്മളങ്ങനെയല്ലോ ചെയ്യുക. നമ്മളാ കൈ നീട്ടിയ കൈയോട് ചോദിക്കും, നീ ഈ പൈസ എന്തിനാ ഉപയോഗിക്കുക? ഞാൻ പൈസ നീ കള്ളു കുടിക്കാൻ ഉപയോഗിക്കും. ദാനം കൊടുക്കുകയാണ്, കൊടുക്കുന്ന സമയത്ത് അവൻ അത് കള്ളു കുടിക്കാനാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ തീരുമാനം എടുക്കുക. അവൻ കള്ളു കുടിക്കാനാണെങ്കിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആയിക്കോട്ടെ, നമ്മുടെ മുന്നിലേക്ക് കൈ വന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പകരം നമ്മൾ അതിനകത്ത് യുക്തി പ്രയോഗിക്കും. അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ധർമ്മങ്ങളിൽ നിന്ന് മാറിപ്പോകും. നമ്മുടെ മുന്നിലേക്ക് പ്രകൃതി കൃത്യമായിട്ട് പറഞ്ഞു തരും, നീ എടുത്തത് ഇന്നത് ചെയ്യുന്നു. ആ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ നമ്മൾ കണ്ടറിഞ്ഞ് കാണുമ്പോൾ അതിലേക്ക് വേണ്ടത് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോ നമ്മുടെ മുന്നിൽ ചെയ്യേണ്ടതാണോ അല്ലയോ എന്നുള്ളത്, ഇപ്പൊ ഒരാൾ കൈനീട്ടിയത് നിങ്ങൾ കാണുക പോലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അതിനൊരു അംശം അവിടെ ഇരിക്കുന്നില്ല, നിങ്ങളുടെ ഉള്ളിൽ കരുണയുടെ ഒരു അംശം ഇരിക്കുന്നില്ല എന്നാണ്. കരുണയുടെ അംശം ഇല്ലാത്ത സമയത്ത് ഇപ്പോ നിങ്ങൾ വളരെ പെട്ടെന്ന് ഒരു ട്രെയിനിലേക്ക് കയറാൻ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ധർമ്മം അതിലേക്ക് നിങ്ങളെ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത് കരുണാമയനായ നിങ്ങളുടെ ഉള്ളില് നിങ്ങളുടെ മുന്നിൽ ഒരാൾ കൈനീട്ടി, നിങ്ങൾ ആ ട്രെയിൻ പിടിക്കാൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ കൈനീട്ടി, നിങ്ങൾ ആ ട്രെയിൻ വിട്ടിട്ട് വണ്ടിയൊക്കെ അവിടെ നിർത്തിയ ശേഷം നിങ്ങൾ അയാൾക്ക് പോയി ഭിക്ഷ കൊടുക്കാൻ നിങ്ങൾ നിൽക്കേണ്ടതില്ല. ട്രെയിൻ പിടിക്കുക എന്നുള്ളതാണ് അപ്പോഴത്തെ ധർമ്മം. അപ്പോ നിങ്ങളുടെ മുന്നിൽ പല സന്ദർഭങ്ങളുടെ രൂപത്തിൽ എന്താണോ ചെയ്യേണ്ടതെന്ന് ആ കാര്യം മുമ്പിൽ വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് വിവേകപൂർവ്വം നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യാനുള്ള ജീവിത പരിചയവും പാകവും പക്വതയും ഉണ്ടാവുകയാണ് വേണ്ടത്. അതുണ്ടാവുന്ന സമയത്ത് ജീവിതം വളരെ കൃത്യമായിട്ട് ധർമ്മങ്ങൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവരികയും അതിനെ കൈകാര്യം ചെയ്യാൻ നമ്മൾ കൈകാര്യം ചെയ്തു പോവുകയും ചെയ്യും. അല്ലാത്തപ്പോഴോ നമ്മൾ ആ ട്രെയിൻ വിട്ടിട്ട് ഇയാളെ സഹായിക്കാൻ നിൽക്കും, എന്റെ ധർമ്മം ഇതല്ലേ എന്ന് പറഞ്ഞിട്ട്. ഇത് വിവേചിച്ചറിയാനുള്ള വിവരം നമുക്കുണ്ടാവും, പാകം ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് കുട്ടികൾക്ക് പക്വത ഉണ്ടാവില്ല എന്ന്, മുതിർന്നവർക്ക് പക്വത ഉണ്ടാവും എന്ന് പറഞ്ഞു. മുതിർന്നവർക്ക് എല്ലാവർക്കും പക്വത ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല, എങ്കിലും ജീവിത പരിചയം കൊണ്ട് നമുക്ക് കൂടുതൽ വിവേകത്തിലേക്ക് ചെല്ലാൻ പറ്റും. വിവേകത്തോടു കൂടിയാണ് നമ്മൾ ധർമ്മത്തെ സമീപിക്കേണ്ടത്. അപ്പോ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ വരുന്ന ഒരു സൂചന, നമ്മുടെ മുന്നിൽ വരുന്ന ഒരു സംജ്ഞ, ഒരു സന്ദർഭം കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അതിനോട് പ്രതികരിക്കുക എന്നുള്ള കാര്യം നമുക്ക് ചെയ്യാം. ആ പ്രതികരിക്കുക എന്നുള്ള കാള പറ്റുമെന്ന് പറയുമ്പോഴേക്കും കയറെടുക്കാം. പക്ഷെ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഫിൽറ്ററാണ് ഈ വിവേകം എന്ന് പറയുന്നത്. വിവേകത്തെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ധർമ്മത്തെ കൈകാര്യം ചെയ്യാം. അപ്പോൾ സന്ദർഭം എന്നുള്ള രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ധർമ്മ ചോദനകളെ, ധർമ്മ സൂചനകളെ, ധർമ്മ ആവശ്യങ്ങളെ നമ്മൾ വിവേകം ഉപയോഗിച്ചുകൊണ്ടും നമ്മളതിനെ രൂപപ്പെടുത്തി അവതരിപ്പിക്കുകയാണ് വേണ്ടത്. എനിക്ക് തോന്നുന്നു ആഷിഖിന്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞു തന്നത്. അങ്ങനെ തന്നെയാണോ ആഷിഖ്? ഏകദേശം മനസ്സിലായി.